പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് പദ്ധതി യുവ തൊഴിലന്വേഷകർക്ക് പ്രായോഗിക പരിചയം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ തുടങ്ങിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് പദ്ധതി. വ്യാവസായിക മേഖലയുമായി സമ്പർക്കം പുലർത്തുകയും നൈപുണ്യ വികസനം സുഗമമാക്കുകയുമാണ് പദ്ധതിയിലൂടെ ചെയ്യുക. രാജ്യത്തെ 500 മുൻനിര കമ്പനികളിൽ സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടെ തൊഴിൽ പരിചയം നേടാൻ അവസരം നൽകുന്നതാണ് ഈ പദ്ധതി. 2024 ഒക്ടോബർ 12-നാണ് പദ്ധതിയുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചത്. പൈലറ്റ് ഘട്ട രജിസ്ട്രേഷൻ ആരംഭിച്ച് 24 മണിക്കൂറിനുള്ളിൽ 1.5 ലക്ഷത്തിലേറെ യുവജനങ്ങളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പദ്ധതിയുടെ വിശദാംശങ്ങൾ പരിശോധിക്കാം. 12 മാസത്തെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമാണ് പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തെ മികച്ച പ്രധാന കമ്പനികളിൽ ഇന്റേണുകൾക്ക് യഥാർത്ഥ ലോകപരിചയം ലഭിക്കുന്നു. 1 കോടിയോളം യുവാക്കൾക്ക് പരിശീലനം നൽകുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. 745 ജില്ലകളിൽ നിന്നും 25 ഇൻഡസ്ട്രികളിൽ നിന്നും 1.28 ലക്ഷം ഇന്റേൺഷിപ്പ് അവസരങ്ങളാണ് ഒരുങ്ങുന്നത്. ചെറിയ വരുമാനവും ഇതിനൊപ്പം നേടാൻ സാധിക്കുന്നുണ്ട്. ഇന്റേണുകൾക്ക് മാസം സ്റ്റൈപ്പൻഡ് ഇനത്തിൽ 5000 രൂപ സർക്കാർ നൽകുന്നു. സ്റ്റൈപ്പൻഡിന് പുറമെ 1000 രൂപ കമ്പനിയും പേയ്മെൻ്റായി നൽകുന്നു. അതിനു പുറമെ മുൻനിര കമ്പനികളിൽ തൊഴിൽ പരിചയവും ലഭിക്കുന്നുണ്ട്. ഇന്റേണുകൾക്ക് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന, പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന എന്നീ ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കുന്നുണ്ട്. അവരുടെ മേഖലകളിൽ യുവാക്കൾക്ക് പ്രായോഗിക പരിചയം നൽകിക്കൊണ്ട് അവരെ ശാക്തീകരിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൈപുണ്യ വികസനം സുഗമമാക്കുകയും അതിലൂടെ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കഴിവുള്ള ഒരു തൊഴിൽ സമൂഹം ഉണ്ടാക്കുകയും അതിലൂടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ശക്തി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. ആർക്കെല്ലാം ഇതിന് അപേക്ഷിക്കാം? 21-നും 24-നും ഇടയിൽ പ്രായമുള്ള ഇന്ത്യൻ പൗരന്മാർക്കാണ് പദ്ധതിക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യതയുള്ളത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയായവർക്ക് അപേക്ഷിക്കാം. ITI, പോളിടെക്നിക്, ഡിപ്ലോമ വിജയിച്ചവർക്കും ഇതിന് അപേക്ഷിക്കാം. ബിരുദധാരികൾക്കും യോഗ്യതയുണ്ട്. PM ഇന്റേൺഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ ചിലർക്ക് യോഗ്യതയില്ല. അത് ആരെല്ലാമാണെന്ന് പരിശോധിക്കാം. നിലവിൽ സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ, സർക്കാരിൻ്റെ സമാനമായ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം നേരത്തെ എടുത്തിട്ടുള്ള ആളുകൾ, IITകൾ, IIM എന്നീ സ്ഥാപനങ്ങളിൽ നിന്നും വിജയിച്ചു വന്ന വിദ്യാർത്ഥികൾ എന്നിവരെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അപേക്ഷകൾ ഔദ്യോഗിക പോർട്ടൽ വഴിയാണ് സമർപ്പിക്കാവുന്നത്. ഓട്ടോമേറ്റഡ് റെസ്യൂമെ ജനറേറ്റ് ചെയ്യുക. വിദ്യാഭ്യാസ യോഗ്യതയും മറ്റു കഴിവുകളുടെയും താല്പര്യമുള്ള മേഖലയും അടങ്ങുന്ന ഒരു വിശദമായ പ്രൊഫൈൽ സൃഷ്ടിക്കേണ്ടതുണ്ട്. രജിസ്ട്രേഷൻ സമയത്ത് നൽകുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് ഒരു ഓട്ടോമേറ്റഡ് റെസ്യൂമെ ജനറേറ്റ് ചെയ്യും. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചുരുക്കപ്പട്ടിക സെലക്ഷനും നടക്കുക. വിവിധ കമ്പനികൾ വാഗ്ദാനം ചെയ്യുന്ന ലഭ്യമായ ഇന്റേൺഷിപ്പുകൾ ബ്രൗസ് ചെയ്ത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് തസ്തികകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പറും ഡിജി ലോക്കർ IDയും ഉപയോഗിച്ചാണ് അപേക്ഷകൻ്റെ പ്രാഥമിക KYC തയ്യാറാക്കുന്നത്. വ്യക്തിവിവരങ്ങൾക്ക് പുറമെ വിദ്യാഭ്യാസ വിവരങ്ങളും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ആധാറുമായി ബന്ധിപ്പിച്ചുള്ള ബാങ്ക് അക്കൗണ്ടും ഇതിൽ നൽകേണ്ടതുണ്ട്. ഏറ്റവും ഒടുവിലായി സ്കില്ലുകൾ, ഭാഷാ വിവരങ്ങൾ, അധികമായുള്ള യോഗ്യതകൾ എന്നിവയെല്ലാം നൽകാവുന്നതാണ്. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളെ കൂടുതൽ മൂല്യനിർണ്ണയത്തിനായി ബന്ധപ്പെട്ട കമ്പനികൾ ബന്ധപ്പെടുന്നതാണ്. അതിൽ അഭിമുഖങ്ങളോ ഓൺലൈൻ വിലയിരുത്തലുകളോ ഉൾപ്പെടുത്തിയേക്കാം. പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി 2025 മാർച്ച് 12-ആണ്. പദ്ധതി പ്രകാരം ലഭ്യമായ ഇന്റേൺഷിപ്പ് അവസരങ്ങൾ പരിഗണിക്കുന്നതിന് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ തീയതിക്ക് മുൻപ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്.